Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചിട്ട് പറയാനാണ്. നമ്മുടെ ചാറ്റ് GPT-യുടെ അപ്ഡേറ്റ്. അപ്പൊ അതെന്താണ് ഏതാ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചാറ്റ് GPT അറിയാം, നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള AI ടൂള്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അത് ചാറ്റ് GPT പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ ഈ റീസെന്റ് കണ്ടൊരു മൂവി പറയുകയാണെങ്കിലും സൂക്ഷ്മദർശിനി. സാധാരണ നമ്മുടെ സിനിമയിലൊക്കെ എന്തെങ്കിലും തപ്പുമ്പം ഗൂഗിൾ ചെയ്തിട്ട് നോക്കുക ചെയ്യാം. അതിന് പകരം AI ചാറ്റ് ബോട്ടിനോട് ചോദിക്കുന്നതാണ് ആ അൾഷിമേഴ്സിനെ കുറിച്ച് പറയണതാണ് കാണിക്കുന്നത്. കാരണം അത്രയും എന്താണ് AI ജനകീയമായി മാറി അല്ലേ? അപ്പം അതിലും ജനകീയമാവാൻ നോക്കുക. പക്ഷെ ചാറ്റ് GPTക്ക് ചില പോരായ്മയുണ്ട്, അതും പറഞ്ഞുതരാം. ഇപ്പൊ ചാറ്റ് GPT ഇനി വാട്സപ്പിലും. അപ്പൊ അതെങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, താഴെ ഞാൻ കൊടുത്ത ഈ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക ഒന്നെങ്കിലും. അതല്ലെങ്കിൽ ചാറ്റ് GPT പറഞ്ഞ സേവ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ ചെയ്തതാണ്. നമുക്ക് എങ്ങനെ ഒരാളുടെ നമ്പർ വാട്സപ്പിൽ ഈസി ആയിട്ട് സേവ് ചെയ്യാൻ ചാറ്റ് ചെയ്യാം. ആ രീതിയിൽ, അതായത് നിങ്ങൾ ഇതാ ഈ കാണുന്ന പോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോൺടാക്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ പ്ലസ് ബട്ടണിൽ നിങ്ങൾ കോൺടാക്ട്സ് നോക്കിയിട്ട് നമ്മുടെ നമ്പർ ഇല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റിലേക്ക് ഈ കാണുന്ന നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇത് +91 അല്ല, +1 ആണ് കേട്ടോ US കോഡ്. അതുകൊണ്ട് അത് നിങ്ങൾ തെറ്റിപ്പോയത്. +1 അടിച്ചിട്ട് 800-242-8478 എന്നുള്ള നമ്പറിലേക്ക് ഒരു ചാറ്റിൽ ടൈപ്പ് ചെയ്യുക. അപ്പൊ അതൊരു ലിങ്ക് പോലെ അവിടെ കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ മേലെ കാണിക്കും ചാറ്റ് GPT എന്ന് കാണിക്കും. അതിന് നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം. നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ട, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒന്നും വേണ്ട. അവിടെ എന്ത് സംശയങ്ങളും ചാറ്റ് GPT പറഞ്ഞു തരും. അപ്പൊ അത് നിങ്ങൾക്കറിയാം ചാറ്റ് GPT എന്താണെന്നറിയാം. പക്ഷെ ചാറ്റ് GPTക്ക് ഒരു പോരായ്മയുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാറ്റ് GPT വേഴ്സസ് ബാഡ് അല്ലെങ്കിൽ ജെമിനി. ഇപ്പൊ ജെമിനിയാണ്, ബാഡ് ഇസ് നൗ ജെമിനി. ബാഡ് അതായത് അത് അപ്ഡേറ്റഡ് അല്ല. ഇനി ലാസ്റ്റ് ചാറ്റ് GPTക്ക് നോക്കിയേണ്ട അവസ്ഥ വരും അറിയില്ല, കാരണം അത് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട് ആ മാർക്കറ്റിൽ നിന്ന് പോയി. ചാറ്റ് GPTന്റെ കുഴപ്പം, ഇപ്പോഴും ഞാൻ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കി ഹൂ ഈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാംനാഥ് കോവിന്ദ് എന്നാണ് കാണിച്ചത്. കാരണം 2022 ഇത് അപ്ഡേറ്റ് ആയി മാറിയിട്ടില്ല. ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ് ചാറ്റ് GPTന്റെ. അത് അവരെ മാർക്കറ്റ് ഇടിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ ഇതിലാകുമ്പോൾ ഡാറ്റാബേസ് 2022 വരെയുള്ളൂ. പക്ഷെ നമ്മുടെ ജെമിനി, അതായത് ബാഡ് ജെമിനിയായ ജെമിനി, ഗൂഗിളിലെ സ്വന്തം ജെമിനി, അതേപോലെ തന്നെ ഫേസ്ബുക്കിന്റെ മെറ്റ AI ഒക്കെ അപ് ടു ഡേറ്റ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വാട്സപ്പിൽ ഇപ്പൊ നമുക്ക് മെറ്റ AIനോട് ചോദിക്കുന്ന പോലെ തന്നെ ഇനി വേണമെങ്കിൽ ചാറ്റ് GPTനോടും ചോദിക്കാം. കാരണം മെറ്റ AIക്ക് വലിയൊരു, ചാറ്റ് GPTക്ക് ഒരു വലിയ കോമ്പറ്റീറ്റർ തന്നെയാണ് മെറ്റ AI. കാരണം എന്താ, നമ്മുടെ മെസ്സഞ്ചറിൽ, അതേപോലെ തന്നെ ഫേസ്ബുക്കില്, ഇൻസ്റ്റയില്, അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലൊക്കെ നമുക്ക് എന്താ മെറ്റ AIനോട് ചോദിക്കാം. അതിന് പകരം ഇപ്പൊ ചാറ്റ് GPT കൂടെ എന്ത് ചെയ്തു, ഒരു വാട്സപ്പ് നമ്പർ കിട്ടും. ഇനി എപ്പോഴാണ് ബാഡ് വരുന്നത് അറിയില്ല. ബാഡ് വന്നാൽ തീർച്ചയായും അത് ഞാൻ ജെമിനി, ബാഡ് തന്നെയാണ് വായിൽ വരുന്നത്, ജെമിനി വരുന്ന അറിയില്ല. വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.